ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അവധൂതാമൃതം എന്ന സത്സംഗത്തിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് സ്വാഗതം. സാധകരുടെ തുടർച്ചയായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്കിന്നും അതിനുള്ള ഉത്തരങ്ങൾ ഗുരുജിയിൽ നിന്ന് തന്നെ നമുക്ക് തേടാം. ഗുരുജി, ഒരു ഗുരു എങ്ങനെയാണ് ശിഷ്യനിൽ പ്രവർത്തിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഒരു ഗുരുവിൽ ഗുരുവെന്നോ ശിഷ്യനെന്നോ ഇല്ലാത്തത് കാരണം അവിടെ പ്രവർത്തനവും ഇല്ല. ശിഷ്യനും ഗുരുവും നിലനിൽക്കുന്നത് കൊണ്ട് ഗുരു എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ചോദ്യവും അവിടെ വരും. അപ്പം ഗുരുവും ശിഷ്യനും ഇല്ല എന്ന് നിർവ്വാണാഷ്ടകം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നിടത്ത് നാം സാധനയിൽ കൂടി ചെന്നെത്തിപ്പെടേണ്ടതായുണ്ട് എന്നല്ലേ എൻ്റെ സത്യം. അങ്ങനെ നോക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞൊരു ബോധവികാസം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി. അവിടെയാണ് അത് വരുന്നത്. നമ്മളൊരു കുഞ്ഞിന് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അത് കാക്കയാണ്, ഇത് പൂച്ചയാണ്, ഇതിൻ്റെ നിറം ഇതാണ്, കറുപ്പാണ്, വെളുപ്പാണ്, പശുവാണ്, ആടാണ്, മഴയാണ് എന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? കുഞ്ഞിലൊരു അറിവ് ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ്. അപ്പം ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്താണ്? പ്രപഞ്ചത്തെ പറ്റിയിട്ട്, ചുറ്റുപാടിനെ പറ്റിയിട്ട്, സമൂഹത്തെ പറ്റിയിട്ട് എല്ലാം ആ കുട്ടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ബോധവികാസം വരെയാണ്. ആധ്യാത്മികതയിലും സാധനാ കാലഘട്ടത്ത് തീർച്ചയായിട്ടും ഒരു ബോധവികാസം വരണം, ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാര്യം നേരത്തെ പറഞ്ഞ നിർവ്വാണാഷ്ടകം, ഒരു ദ്വന്ദ്വമില്ല, ശിവോഹം, ശിവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നു എങ്കിൽ ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു ബോധവികാസം എന്നിൽ ഉണ്ടായിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പോഴൊരു ബോധമുണ്ട്, പക്ഷെ ആ മഹത്തായ സത്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ളൊരു ബോധം എന്നിലില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ബോധവികാസം നമ്മളിൽ എന്തിനാണ് ആ ബോധവികാസം സംഭവിക്കേണ്ടത്? ശിവോഹം, അതായത് ഞാൻ തന്നെയാണ് ബോധം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ. അപ്പോൾ ഈ ചോദ്യം ഗുരു ശിഷ്യനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ഈ കുത്തിക്കുറിക്കാറുണ്ട് ധ്യാനകഥകൾ. ഈ ധ്യാനകഥ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആന്തരിക യാത്രയെ ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഒരു ധ്യാനകഥയിൽ കൂടി ഈ ഒരു സിറ്റുവേഷനെ കണക്റ്റ് ചെയ്യാം. നീണ്ട കാലത്തെ ഒരു മൗനവ്രതം അനുഷ്ഠിച്ചു വരുന്ന ഒരു സാധകൻ ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചു. ആലോചിക്കുക, ഒരു നീണ്ട കാലത്തെ മൗനവ്രതമായിരുന്നു ഈ ശിഷ്യൻ പാലിച്ചുകൊണ്ടിരുന്നത്. ഉള്ളിൽ ഉണ്ടായ ഒരു സംശയമോ ആശങ്കയോ ഏതോ ഒരു സന്ദർഭത്തിൽ ഗുരുവിനോട് അവൻ ചോദിക്കുകയാണ്. ചോദ്യം തന്നെ തുടങ്ങുന്നത് അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ ചോദ്യം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മതം അവിടെ നടന്നിട്ടുണ്ടാവണം. ചോദ്യം ഇപ്രകാരമായിരുന്നു: അപ്പോൾ ദൈവം അറിവാണല്ലേ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉൾക്കാമ്പ് ഗുരുവിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. എവിടെ നിന്നാണ് ആ ചോദ്യം വരുന്നതാണ്, ഏത് സന്ദർഭത്തിൽ, എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ളത് വ്യക്തമായിട്ടും ഗുരുവിനറിയാം.
അപ്പോൾ ഗുരു അത് ഓടിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു അല്ല. നീണ്ട കാലത്തെ മൗനത്തിന് ശേഷം ഉണ്ടായ ചോദ്യത്തിന് ആണെന്നുള്ള ഉത്തരം ഗുരു പറയുമെന്നുള്ളതായിരുന്നു ശിഷ്യൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഗുരു പറഞ്ഞത് അല്ല എന്നാണ്. അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകാംക്ഷയായി. വീണ്ടും ഒരു മൗനത്തിലോട്ട് പോകുവാൻ അദ്ദേഹത്തിന് തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ചോദിച്ചു, പിന്നെയോ? അപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, നീ പറഞ്ഞത് ദൈവം അറിവാണ് അല്ലേ എന്നല്ലേ നീ ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ അറിവിനെ അറിയേണ്ടയോ എന്ന് ഗുരു ചോദിച്ചു. അപ്പോൾ അവൻ ചിന്തിച്ചു, അത് ശരിയാണല്ലോ, അറിവിനെ അറിയണം. അപ്പം കുറച്ച് നേരത്തെ ഒരു മൗനത്തിന് ശേഷം, മനനത്തിനും ശേഷം അവൻ പറഞ്ഞു, അപ്പോൾ അറിയലാണ് ദൈവമല്ലേ? അവൻ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയി. അപ്പോഴും ഗുരു അവൻ്റെ കൊമ്പൊടിച്ചു, അല്ല എന്നോ. അപ്പോൾ വീണ്ടും അവന് ആകാംക്ഷയായി, അതിശയമായി, പിന്നെയോ? അപ്പോൾ ഗുരു അവൻ്റെ അടുത്ത് പറഞ്ഞു, അറിയുന്നവൻ ഇല്ലാതാകുമ്പോൾ ശേഷിക്കുന്ന അറിവാണ് ഗുരു. അപ്പോൾ ആ ശിഷ്യന് ആ ഗുരു ശബ്ദം ഈശ്വരൻ തന്നെയാണെന്നുള്ള പൂർണ്ണബോധം ഉള്ളതുകൊണ്ട് വീണ്ടും അദ്ദേഹം മൗനത്തിലോട്ട് പോയി. ഇപ്രകാരമാണ് ഒരു ഗുരു ശിഷ്യനിൽ പ്രവർത്തിക്കുന്നത്. അവനിലെ രണ്ടാം മനസ്സായി, നിന്നിൽ ഒന്നാം മനസ്സും രണ്ടാം മനസ്സും ഇല്ല എന്നുള്ള ഒരു ബോധ്യപ്പെടൽ അവനിൽ സൃഷ്ടിച്ചുകൊണ്ട് ഞാനും നീയും രണ്ടല്ല എന്നുള്ള ബോധ്യപ്പെടുത്തലിൽ ഇവിടെ അവശേഷിക്കുന്നത് ആ ഏകമായ സത്യം, ആ ഒന്നായ ആ ഒന്ന് മാത്രമാണ് എന്നുള്ള ബോധ്യപ്പെടൽ അവനെ തിയററ്റിക്കലി മാത്രമല്ല എക്സ്പീരിയൻസിൽ കൂടി അതായി നിലനിർത്താൻ പ്രയത്നിക്കുന്ന ഒരവസ്ഥ. വീണ്ടും പറയാം, ഇവിടെ പ്രയത്നിക്കുന്ന എന്നുള്ള പദം വന്നത് ശിഷ്യനിലാണ്. കാര്യം അവനിലാണ് ഗുരുവും ശിഷ്യനും, ഗുരുവിൻ്റെ പ്രയത്നവും ശിഷ്യൻ്റെ പ്രയത്നവും സാധനയും എല്ലാം നിലനിൽക്കുന്നത്. കാര്യം ആ പ്രപഞ്ചം അവനിലാണ് നിലനിൽക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ പലപ്പോഴും ചില കൺഫ്യൂഷൻസുകൾ സാധകർക്ക് വരാറുണ്ട്. കാരണം ഇതെന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാം. കാര്യം ഇതൊരു ആന്തരിക യാത്രയാണ്. ആന്തരിക യാത്ര പരിശീലിക്കുന്നവന് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് എന്ന് ഇതിന് പറയാൻ പറ്റും. പലപ്പോഴും കവികൾ പലതിനെ ഉപമിച്ച് പറയാറുണ്ട്. അവർ ഉപമിച്ച് പറയുന്നത് എന്താണ്? അവർ ഏതോ ഒന്നിനെ സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഉപമകൾ പറയുന്നത്. അപ്പം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണ് ഉപമയിൽ കൂടി എന്ന് ബോധ്യമുള്ളവന് മാത്രമേ ആ ഭാഷ പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് അല്ലാതെ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലോട്ടുള്ള ഒരു പാതയാണ് എന്ന് പറഞ്ഞു. ഗുരുവിൻ്റെ പ്രവർത്തനം എപ്രകാരമാണ് എന്ന് നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോറിയിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ സാധകൻ്റെ മൗനം, കുറേ നാളത്തെ മൗനം എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അവൻ കുറേശ്ശെയായിട്ട്
ഷട്ട് ഡൗൺ ചെയ്ത് ഉള്ളിലോട്ട് നോക്കുന്ന ഒരവസ്ഥ. സ്ഥൂല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാ അടച്ചിരിക്കുന്നു എന്നാണ്. അപ്പോഴും എന്താണ്, അവൻ പലതും കേൾക്കുന്നുണ്ട്, പലതും കാണുന്നുണ്ട്, പലതും ചിന്തിക്കുന്നുണ്ട്, പലതും രുചിക്കുന്നുണ്ട്, പലതും സ്പർശിക്കുന്നുണ്ട്. ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവനൊരു ആപ്പിളിനെ തൊട്ടാൽ ഞാൻ തൊട്ടത് ആപ്പിളാണ്, ആപ്പിളിനെ കണ്ടാൽ ഞാൻ കണ്ടത് ആപ്പിളാണ്. അവനൊരു ചന്ദനത്തിരിയുടെ മണം അടിച്ചാൽ ഇന്ന കമ്പനിയുടെ ചന്ദനത്തിരിയുടെ മണമാണ് എന്നെല്ലാം മനസ്സ് പറയും. അവിടെ മനസ്സ് മൗനമാവണമെന്നില്ല. അപ്പം ആ സ്റ്റോറിയിൽ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ ശിഷ്യൻ മൗനം ആചരിച്ച് നിരന്തരം വസ്തുവിചാരം നടത്തിക്കൊണ്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ദൈവം അറിവാണല്ലേ എന്നുള്ളൊരു ചോദ്യം അതിലുണ്ടായത്. അപ്പോൾ അവനിലൊരു ബോധ്യപ്പെടൽ അല്ലെങ്കിൽ ഒരു വെളിച്ചം വന്നപ്പോൾ ഗുരു ഇനിയും മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് അവനെ ചിന്തിപ്പിച്ചത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ ചോദ്യം അവനിൽ വന്നതുകൊണ്ട് മാത്രമാണ് അടുത്ത തലത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്താ വിഷയം ഗുരുവിന് ഇട്ടുകൊടുക്കാൻ പറ്റിയത്. ഈ ചോദ്യം അവനിൽ വരാതിടത്തോളം കാലം ആ ചിന്താ വിഷയം ഗുരു ഇട്ടുകൊടുത്താൽ അവൻ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റും? അതാണ് ആന്തരിക യാത്ര. അതാണ് ഭാഷ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ കാര്യം. ഗുരുവിൻ്റെ ഭാഷ എന്നുള്ളത്. ആന്തരിക യാത്ര ചെയ്യുന്നവന് മാത്രമേ ആ ഭാഷ മനസ്സിലാക്കാൻ പറ്റൂ. മീരാബായിയുടെ കവിതകൾ നോക്കി നോക്കൂ. മീരാബായിയുടെ പ്രണയം നമ്മളിലില്ലാതെ ആ കവിതയെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഗുരുവിൻ്റെ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ, ഗുരുവിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ആന്തരികമായിട്ട് യാത്ര ചെയ്തേ പറ്റൂ. ഈ കഥയിൽ വീണ്ടും വീണ്ടും ഗുരു ഇങ്ങനെ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അവൻ്റെ നിർവചനങ്ങളെ ബ്രേക്ക് ചെയ്ത് അവൻ ചോദ്യം തന്നെ അവശേഷിക്കുന്നത് നിർത്തുവാൻ, ചോദ്യം ഇല്ലാത്ത ഒരു ഇടത്തിലേക്ക് പോകുവാനാണ് ഗുരു അങ്ങോട്ട് ചിന്താവിഷയങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും പറയാറുണ്ടല്ലോ, ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്നുള്ള ട്രയാങ്കിൾ അപ്രത്യക്ഷമാകണം. ആ ഒരു അപ്രത്യക്ഷപ്പെടൽ, പ്രത്യക്ഷപ്പെടാത്ത വണ്ണം അപ്രത്യക്ഷപ്പെടൽ ആണ് ഒരു സാധകൻ്റെ ഉള്ളിൽ ഒരു ഗുരു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഗുരുജി, സാധാരണ നമ്മളെല്ലാവരും ബാഹ്യമായിട്ടാണ്, നമ്മൾ പുറത്തേക്കുള്ളതാണ് നമ്മളെല്ലാം നോക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ നോക്കിയാണ് മനസ്സിലാക്കുന്നത്. എന്നാലൊരു സാധകൻ കൂടുതലായിട്ടും അവൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. അപ്പം ഒരു ബാഹ്യദർശിയിൽ നിന്നും സൂക്ഷ്മതലത്തിലേക്കുള്ള ഒരു സാധകൻ്റെ ഒരു യാത്ര അതെപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സാധകരിൽ ഉണ്ടാവുന്ന ഇത്തരം സംശയങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഒരു ഇന്നർ ജേണിക്ക് അത് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യും. സ്ഥൂലം, സൂക്ഷ്മം, ബാഹ്യം, ആന്തരികം എന്നൊക്കെ പറയുന്ന ദ്വന്ദ്ങ്ങളാണെങ്കിലും ഒരു മീ ടു മീ യാത്രയ്ക്ക്, ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരം സംശയങ്ങൾ നല്ലത് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ഇപ്പോൾ ഒരാൾ ചുമയായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറയും, ഭയങ്കര ചുമ, 2 ദിവസമായിട്ട് ഒരു രക്ഷയില്ല, ചുമച്ച് ഒരു വല്ലാത്ത അവസ്ഥയായി. അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം ചുമയാണ് അവൻ്റെ പ്രശ്നം അല്ലേ? സ്ഥൂലമായിട്ടുള്ള ആ ചുമ ആണ് അവൻ്റെ വിഷയം. എന്നാൽ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയാലോ, ഡോക്ടർ ചുമയ്ക്കുള്ള കാരണത്തെയായിരിക്കും അദ്ദേഹം തേടുന്നത്. അതായത് ഒരു സൂക്ഷ്മതലമായിരിക്കും അദ്ദേഹം. കാര്യം ചുമ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും അലർജി ആകാം, അങ്ങനെ പല 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 കാര്യങ്ങൾ, പല ഘടകങ്ങളുണ്ടാവാം. അപ്പോൾ ഡോക്ടർ എപ്പോഴും അതിൻ്റെ സൂക്ഷ്മതയിൽ കൂടി പഠനം നടത്തിയിട്ടാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പം ആ മരുന്ന് കൊടുക്കുന്നത് സൂക്ഷ്മതലത്തിൽ ചിന്തിച്ച അതിൽ നിന്ന് കണ്ടെത്തിയ പ്രശ്നത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ ചുമയാകുന്ന സ്ഥൂലതയ്ക്ക് ശമനം ഉണ്ടാകും. അപ്പോൾ സത്യത്തെ തേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ഥൂലതയും സൂക്ഷ്മതയും തീർച്ചയായിട്ടും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണമെന്നാണ്. ഇപ്പോൾ സ്വർണ്ണമാല, സ്വർണ്ണവള, സ്വർണ്ണക്കമ്മൽ എന്ന് പറയുന്നത് രൂപങ്ങൾ, നാമരൂപങ്ങൾ കൊണ്ട് അത് വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സ്വർണം എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയാണ് അതിൽ. ഈ നാമരൂപത്തിൽ മാറ്റമുണ്ടായാൽ പോലും സ്വർണം തന്നെയാണ് അതിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള നാമരൂപാദികൾ ഏതുമായിക്കോട്ടെ, അതിൽ സൂക്ഷ്മ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയവന് നാമരൂപാദികൾക്ക് പ്രത്യേകിച്ച് എന്തോന്നില്ല, നിലനിൽപ്പില്ല. അവൻ അതിൻ്റെ കോറിനെ മനസ്സിലാക്കുന്നു എന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം എല്ലാ വ്യക്തിയിലും, കുട്ടിക്കും ജ്ഞാനിക്കും എല്ലാം ഉണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു ചിന്ത. ഞാനെന്ന് പറയുന്നത് ഒരു സ്ഥൂലമെങ്കിൽ ഈ ഞാനിലെ സൂക്ഷ്മഭാവം എന്താണ് എന്നൊരു വ്യക്തി ചിന്തിച്ച് നോക്കേണ്ടി വരും. അപ്പം സ്ഥൂലതയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥൂലതയെ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ നിലനിൽക്കുന്ന സൂക്ഷ്മതയും ഞാൻ അംഗീകരിച്ചേ മതിയാകൂ അല്ലേ? അതാണ് വിവേകബുദ്ധി. അപ്പോൾ അവനിലുള്ള സൂക്ഷ്മത, എന്നിലുള്ള സൂക്ഷ്മത എന്ത്, ഞാനെന്ന് പറയുന്ന ശരീരബോധത്തിൽ നിലനിൽക്കുന്ന ഞാൻ അവിടെ നിലനിൽക്കുമ്പോൾ നാമരൂപാദിക്കപ്പുറമുള്ള എന്നിലുള്ള സൂക്ഷ്മഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇപ്പം സാധാരണ പറയുമല്ലോ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ആ തലത്തിലൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോലും എന്നിലൊരു സാക്ഷിയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. എന്നിലൊരു സാക്ഷി നിലനിൽക്കുന്നുണ്ട്. അത് വ്യക്തമാക്കാൻ ഒരു കാര്യം പറയാം. ഇവിടെ മീ ടു മീ ധ്യാന സെൻറ്ററിൽ എല്ലാ മാസവും ധ്യാന ശിബിരങ്ങൾ നടക്കാറുണ്ട്. ധ്യാന ശിബിരങ്ങളെല്ലാം 4 മണിക്കൂർ ദൈർഘ്യമുള്ള ശിബിരങ്ങളാണ്. അപ്പോൾ ചില സാധകരിങ്ങനെ വിളിച്ചിട്ട് മീ ടു മീ ചാനലല്ലേ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, മീ ടു മീ ചാനലല്ല, മീ ടു മീ ഒരു ധ്യാന സെൻറ്ററാണ്. അപ്പോൾ ഓ ശരി, സോറി എന്ന് പറയും. അപ്പോൾ എന്താണ് ആ ധ്യാന സെൻറ്ററിൽ നടക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, ഇവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. അല്ല, എന്നാലും ധ്യാന സെൻറ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പം മാസത്തിലൊരിക്കൽ ധ്യാന സാധകരെല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. എന്നിട്ട് അവിടെ എന്താണ് അവിടെ ചെയ്യുന്നത്?
നമ്മളെല്ലാവരും ഒരുമിച്ച് ധ്യാനിക്കും. എപ്പോഴായിരിക്കും എൻ്റെ സമയം? അപ്പോൾ നമ്മൾ അതിൻ്റെ ദൈർഘ്യം പറയും 4 മണിക്കൂർ ആണ് അതിൻ്റെ ഇതാണ്. അപ്പോൾ പറയും എനിക്ക് കാലുവേദന ഉണ്ട് കേട്ടോ എന്ന് പറയും, നടുവേദന ഉണ്ട് എന്ന് പറയാം. അപ്പോഴും നമ്മൾ പറയും 4 മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയും. അപ്പോൾ ചിലർ പറയും നമ്മൾ തൃശ്ശൂരാണ്, ദൂരം കൂടുതലാണ് കേട്ടോ ഇങ്ങനെ പറയും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈലാസത്ത് പോകുന്നവന് തൃശ്ശൂരിൻ്റെ അടുത്തല്ല കൈലാസം അല്ലേ, പോകേണ്ടവൻ പോകും എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് 4 മണിക്കൂർ എന്ന് പറയുന്ന ദൈർഘ്യം അവന് ഭയങ്കരമായിട്ട് ഒരു ദൈർഘ്യമുള്ള സമയമായിട്ട് ഫീൽ ചെയ്തു. അപ്പോഴും സ്വാഭാവികമായിട്ടും അവൻ്റെ മുട്ടുവേദന, നടുവേദനയെല്ലാം അവന് അത് കൂട്ടുപിടിച്ചു. തൃശ്ശൂരും തിരുവനന്തപുരത്തിൻ്റെ ദൂരം ഒരാൾക്ക് സമയമാണ് പ്രശ്നമാണെങ്കിൽ മറ്റൊരാൾക്ക് ദൂരമാണ് പ്രശ്നം. അപ്പോൾ ഇത്രയും ദൂരമുള്ളത് കാരണമാണ് വരാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ നമ്മൾ എത്തും എന്ന് പറയും. ഇതേ ആളുടെ മകളായിരിക്കും ചിലപ്പോൾ കന്യാകുമാരിയിൽ കെട്ടിച്ചു വിടുന്നത്, അപ്പോഴും ദൂരം പ്രശ്നമല്ല. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെല്ലാം സ്ഥൂലതലത്തിൽ ചിന്തിച്ച് തുടങ്ങിയാൽ ആധ്യാത്മികതയുടെ സൂക്ഷ്മതലത്തെ പറ്റിയിട്ട് നമുക്ക് ഒരറിവും ഉണ്ടാകില്ല. അപ്പോൾ അതിലെല്ലാം തടസ്സങ്ങളും ഇതൊക്കെയായിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് വരാം. നമ്മളിലുള്ള സൂക്ഷ്മമായിട്ടൊരു സാക്ഷിഭാവം നിലനിൽക്കുന്നുണ്ട്. സ്ഥൂലതയിൽ അഹംഭാവം നിലനിൽക്കുമ്പോൾ സൂക്ഷ്മതയിൽ സാക്ഷിഭാവം നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. ആ സാക്ഷിഭാവത്തെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വരികയാണ്. ഈ ധ്യാന സെൻറ്ററിലെ 4 മണിക്കൂർ ധ്യാന ശിബിരങ്ങൾ നടക്കുമ്പോൾ വന്ന് പങ്കെടുത്തവർക്ക് മനസ്സിലാവും ഈ 4 മണിക്കൂർ അവൻ കൗണ്ട് ചെയ്യുന്നതേയില്ല, അവ അറിയുന്നില്ല. കാര്യം കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ പറഞ്ഞതുപോലെ കാലം, ദേശം, നിമിത്തം മനസ്സിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ഇവിടെ മനസ്സ് താൽക്കാലികമായി നോ മൈൻഡിൽ നിലനിൽക്കുന്നത് കാരണം അവിടെ കാലമോ ദേശമോ നിമിത്തത്തിനോ പ്രസക്തിയില്ലാത്തൊരവസ്ഥയിലോട്ട് അവൻ കടന്നുപോയത് കാരണം ഈ സമയം അവന് സമയമായിട്ട് തോന്നിയില്ല. 4 മണിക്കൂറിൻ്റെ ദൈർഘ്യം 4 മണിക്കൂറായിട്ട് അവന് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ അവൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. ഇതേ നടുവേദനയും കാലുവേദനയും ഉള്ള ആൾക്കാർ 4 മണിക്കൂർ സമയം മനസ്സിൽ അറിയാതെ അവൻ പോയി. അതിൻ്റെ അർത്ഥം അവൻ ഓരോ നിമിഷത്തിലും നിലനിന്നിരുന്നു, ഓരോ നിമിഷത്തെ അറിഞ്ഞുകൊണ്ട് നിലനിന്നത് കൊണ്ടാണ് അവനത് അറിയാതെ പോയത്. അപ്പോൾ ഒരു അറിവ് വേറൊരു അറിയാതിരിക്കലിന് ഇടവരുത്തി എന്നുള്ളതല്ലേ സത്യം. വീണ്ടും നമ്മൾ ആ പോയിന്റിലോട്ട് വരാം. എന്നിലുള്ള സൂക്ഷ്മഭാവം, സൂക്ഷ്മത്തിലുള്ള സാക്ഷിഭാവം എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. കാര്യം ചോദ്യം എന്താണ്? സൂക്ഷ്മതയെ എങ്ങനെ മനസ്സിലാക്കണം അല്ലെങ്കിൽ എങ്ങനെ അറിയും എന്നുള്ളതാണ്. നമ്മളൊരു സൗണ്ട് കേൾപ്പിക്കാം. ഈ സൗണ്ടിനെ ഒന്ന് ശ്രദ്ധിക്കുക. ധ്യാന ശിബിരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബെൽ സൗണ്ടാണ്. അപ്പം ടാർഗറ്റ് ഇത്രയാണ്, ഈ ശബ്ദത്തെ ശ്രവിക്കുക എന്നുള്ളതാണ്. അപ്പം അവധൂജി ഈ ബെല്ല് അടിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ വേറെ ഒരാളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതല്ല വേണ്ടത്, ഈ ശബ്ദത്തെ ശ്രവിക്കുക എന്നുള്ളതാണ്.
ശ്രദ്ധിക്കും. ഇവിടെ ഒരു ബെൽ ശബ്ദം കേട്ടു. ആ ശബ്ദത്തെ അല്ലെങ്കിൽ ശബ്ദത്തിന് സാക്ഷിയായി എനിക്ക് നിലനിൽക്കുവാൻ എന്നിൽ ഒരു നിമിഷം സാധിച്ചു. അല്ലേ? ഒരിക്കൽ പറയാം. ഇവിടെ ഒരു ബെൽ സൗണ്ട് കേട്ടു. ആ ശബ്ദത്തിന് സാക്ഷിയായി നിലനിൽക്കുവാൻ എനിക്ക് ഒരു നിമിഷം സാധിച്ചു. എന്നാൽ എൻ്റെ സാക്ഷീകരണത്തിന് എനിക്ക് സാക്ഷിയാകുവാൻ സാധിച്ചുവോ? ഒരിക്കൽ കൂടി, എൻ്റെ സാക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ എനിക്ക് സാധിച്ചുവോ എന്ന് ചോദിക്കുന്നിടത്താണ് സൂക്ഷ്മതയുടെ നിലനിൽപ്പ്. ഓരോ സാധനയും സ്ഥൂലതയിൽ നിന്ന് അതിസൂക്ഷ്മതയിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. ആ സഞ്ചാരത്തിന് പാതയില്ല എങ്കിൽ രണ്ടറ്റവുമില്ല, സ്ഥൂലവും സൂക്ഷ്മതയും ഇല്ല. ഇതൊരു ഉയർന്ന അവബോധത്തിൽ വർത്തിക്കലാണ്. അത് നിൽക്കുന്നതാണ് ഓരോ സാധകൻ്റെയും സാധനയുടെ ലക്ഷ്യവും. ഗുരുജി, വേദാന്തദർശികൾ പറയുന്നത് മനസ്സ് പൊന്തുമ്പോൾ അല്ലെങ്കിൽ ഞാനെന്ന ഭാവം ഉദിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നതെന്ന് പറയാറുണ്ട്. അപ്പം സാധാരണ ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങാൻ ഒന്ന് മടിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ദുഃഖം വരും, കൂടുതൽ ഇതിനെ അറിയുമ്പോൾ ദുഃഖമായിരിക്കും എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ടായിരിക്കാം വേദാന്തദർശികൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം? അതിനെക്കുറിച്ചൊന്ന് പറയാം. വേദാന്തം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം കുറച്ച് നാൾ വേദാന്തം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഞാനാണ് ഈശ്വരൻ. അത് വേദാന്തത്തിൻ്റെ പ്രശ്നമല്ല, വേദാന്തിയുടെ പ്രശ്നമാണ്. കാരണം വേദാന്തത്തിൽ വേദാന്തി ഇല്ല. പക്ഷെ ഇന്ന് ധാരാളം വേദാന്തികളുണ്ട് എന്നുള്ളതാണ് കുഴപ്പം. ഞാനാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ മുള്ളും ഈശ്വരനാണ് എന്നുള്ളതല്ല അവിടെ വരുന്നത്. അയ്യോ എൻ്റെ കാലേ എന്നുള്ളൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഈശ്വരനെ ഇവിടെ ഉള്ളൂ, നിലനിൽക്കുന്നുള്ളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈശ്വരനാണ് ഞാൻ, അല്ലെങ്കിൽ എല്ലാം ഈശ്വരനാണ്, നാമരൂപാദികൾ ഒഴിച്ചാൽ പിന്നെ അവിടെ നിലനിൽക്കുന്നത് ആ ഏകമായ സത്യം മാത്രമാണ് എന്നുള്ള ആ ചിന്തയ്ക്ക് പ്രസക്തി ഇല്ലാതെ പോയി കാലിലൊരു മുള്ളുകൊണ്ടപ്പോൾ. അപ്പോൾ പ്രസംഗിക്കുവാനുള്ളതല്ല വേദാന്തം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വേദാന്തം ഡയറക്റ്റായിട്ട് സത്യത്തെ നമ്മൾ പറയുമ്പോൾ ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഉള്ള തലം എനിക്കായോ ഇല്ലയോ എന്ന് ഒരു സാധകൻ സദാ നിരീക്ഷിക്കേണ്ടതായി വരും. കാരണം ചിലർക്ക് സത്യത്തെ കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാവും, ചിലർക്ക് ആ സത്യം കേൾക്കുമ്പോൾ കൗതുകവും കൂടുതൽ ക്യൂരിയോസിറ്റിയും ഉണ്ടാകും.
ചിലർക്ക് ആ സത്യം കേൾക്കുമ്പോൾ ഭയമുണ്ടാകും. അത് ഓരോരുത്തരും നിൽക്കുന്ന ബോധതലങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് അത് ഉണ്ടാവുന്നത്. ചിലർക്ക് കൊള്ളാലോ, നല്ല ആശയം, ഇത് കുറച്ചെടുത്ത് പോയി വിളമ്പാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അവന് കുറേ കൂടി അവന് ശരീരബോധമായിരിക്കും അവന് ഉണ്ടാകുന്നത്. ചിലർക്ക് ആ വേദാന്ത ദർശനം കേൾക്കുമ്പോൾ ശാന്തമാവും, മൗനമാവും, ഒന്നും അധികം പ്രതികരിക്കാതിരിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഓരോരോ ബോധതലത്തിലിരിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും അത് അനുഭവപ്പെടുന്നത്. വേദാന്തം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വേദാന്തി ഇല്ല. അപ്പോൾ വേദാന്തം കേൾക്കേണ്ടത് ഒരു വേദാന്തിയെ സൃഷ്ടിക്കുവാൻ ആകരുത് എന്നുള്ള മിനിമം ബോധം ഉള്ളവനെ വേദാന്തം ശ്രവിക്കാവും. മനസ്സ് പൊന്തി വരുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അവനിൽ ദൃശ്യപ്രപഞ്ചം പ്രവർത്തിച്ചു തുടങ്ങും. ആദ്യത്തെ അനുഭവം ഞാൻ വേറെ പ്രപഞ്ചം വേറെ എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നത്തിലൊരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഞാൻ കാണുന്ന സ്വപ്നമാണ്. ആ സ്വപ്നത്തിലൊരു കഥാപാത്രം ഞാൻ വരുന്നുണ്ട്. അപ്പം ചിന്തിക്കേണ്ടത്, ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ കാണുന്ന സ്വപ്നത്തിലെ ഒരു കഥാപാത്രവും എനിക്ക് മറ്റൊരു വ്യക്തിയായിട്ട് തോന്നുന്നു. ആ സ്വപ്നത്തിൽ കാണുന്ന പ്രപഞ്ചം എനിക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നു. അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നു. സന്തോഷമുണ്ടെങ്കിൽ ഞാൻ ചിരിക്കുന്നു, ദുഃഖമാണെങ്കിൽ ഞാൻ കരയുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ആ സ്വപ്നത്തിലെ പ്രപഞ്ചം അപ്രത്യക്ഷമായി ഇല്ല. പിന്നെ ആ സ്വപ്നത്തിൽ കണ്ട ഒന്നും എനിക്ക് പ്രാധാന്യമുള്ളതല്ലായിരുന്നു. ഈ ഒരു അവസ്ഥ, ഈ ഒരു ബോധ്യം അല്ലെങ്കിൽ ബോധപ്പെടൽ വേദാന്തം കേൾക്കുമ്പോഴും ഒരു വ്യക്തിയിലുണ്ടായാൽ ആ വേദാന്ത ശ്രവണം പൂർണ്ണതയിലെത്തിയെന്നാണ്. അല്ലാത്ത പക്ഷം ആ ഉയർന്ന ചിന്താധാര അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേദാന്തി അവശേഷിക്കും. വേദാന്തവും വേദാന്തിയും തമ്മിലുള്ള ദൂരം അവിടെ അവശേഷിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കഥ പറയാം. ഒരു ഗുരുവും ശിഷ്യനും കൂടി യാത്ര പോവുകയാണ്. അവരിങ്ങനെ നടന്ന് പോയി മനോഹരമായിട്ടുള്ള ഒരു പുഴ കണ്ടു. പുഴ കണ്ടപ്പോൾ ശിഷ്യൻ പറഞ്ഞു, നമുക്ക് ഈ പുഴയുടെ സൈഡിലിരുന്നാലോ, എന്ത് മനോഹരമാണ് ഈ പുഴ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പുഴയെ കണ്ട സ്ഥിതിക്ക് നമുക്ക് യാത്ര തുടരേണ്ടതായുണ്ട്. കാര്യം നീ പുഴ കണ്ടു കഴിഞ്ഞു, പുഴ മനോഹരമാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ മനോഹാരിതയുടെ അന്ത്യം അറിയണമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. ഈ ശിഷ്യൻ പുഴ ഇത്രയും മനോഹരമാണെന്ന് പറയാൻ കാര്യം എന്താണ്? എൻ്റെ സൈഡിലൊന്ന് ഇരിക്കാം, റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് അവനെ ദീർഘദൂരം നടത്തിക്കാൻ ഇടയാക്കി. അങ്ങനെ അവരിങ്ങനെ നടക്കുകയാണ്. നടന്ന് ഒരു അന്തമില്ലാതെ നടക്കുന്ന സമയത്ത് ഇപ്പം അവൻ്റെ മനസ്സിൽ പുഴ മനോഹരമല്ല. ഇപ്പോൾ ഒന്നും പറയുന്നില്ല, മനോഹരമായ പുഴയെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ നടന്ന് അവസാനം ഈ പുഴ
കടലിൽ ചേരുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയപ്പോൾ അവൻ അറിയാതെ പറഞ്ഞു, ഹോ, എന്ത് സുന്ദരമായ കാഴ്ചയെന്ന് പറഞ്ഞു. ആ പറച്ചിലിനൊരു വേറെ അർത്ഥം കൂടെ ഉണ്ട്. ഇനി കൂടുതലൊന്നും നടക്കണ്ടല്ലോ, ആ കഷ്ടപ്പാട് തീർന്നല്ലോ. ആ തീർന്നതിൻ്റെ ഒരു സന്തോഷം, നമ്മൾ ഈ കഷ്ടപ്പെട്ട് മലയുടെ മുകളിൽ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നില്ലേ? ആ സന്തോഷത്തിൻ്റെ റീസൺ എന്താണ്? ഇനി കയറാനൊന്നുമില്ല, ആ ഫൈനൽ പോയിൻറ്റിലൂടെ എത്തി എന്നുള്ള അത് മനസ്സിൻ്റെ കളികളാണിതെല്ലാം. അപ്പോൾ യവൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഗുരു ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. ഈ മനോഹരം എന്നവ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഗുരുവിന് നല്ലവണ്ണം മനസ്സിലായി. അപ്പോൾ ആ പുഴ വന്ന് കടലിൽ ചേരുന്നതിൻ്റെ അവിടെ ഇരുന്നു കൊണ്ട് ഗുരു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അതാണ് ബ്രഹ്മത്വം, ഈ പുഴയാണ് ജീവത്വം എന്ന് പറയും. അപ്പോഴാ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ നാം ഉറങ്ങുന്നതും ഉണരുന്നതും ബ്രഹ്മത്വത്തിൽ തന്നെയാണല്ലേ എന്ന് പറഞ്ഞു. അതായത് പുഴയ്ക്കൊന്നും പ്രസക്തി ഇല്ല, അയാൾ ആ കടലിന് തന്നെ പ്രസക്തി കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ആ ബ്രഹ്മത്വവും ജീവത്വവും അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നത് ബ്രഹ്മത്വത്തിലാണ് എന്നുള്ളതും അവിടെ നിൽക്കട്ടെ. ആദ്യം നീ അറിയേണ്ടത് നീ ഇപ്പോൾ എവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ആ ചോദ്യം, അല്ലെങ്കിൽ ഗുരു ആ ശിഷ്യനോട് ചോദിച്ച ആ ചോദ്യം കേട്ടിട്ട് ശിഷ്യൻ ശരിക്കും മൗനത്തിലിരുന്നു എന്നാണ്. ഇതെല്ലാം നിലനിൽക്കുന്ന ബ്രഹ്മത്തിലാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചിട്ടല്ല അത് യാഥാർത്ഥ്യമാകേണ്ടത്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആദ്യം അറിയേണ്ടത് ഞാൻ എവിടെ നിലനിൽക്കുന്നു. മീ ടു മീ എന്ന് പറയുന്ന അവിടെയാണ്. ഇപ്പോഴത്തെ മീയെ അറിയണം, അതെവിടെ നിൽക്കുന്നു എന്ന് അറിയണം, അത് എന്തിനെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയണം. ആ പിടിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വിടേണ്ടത് എങ്ങനെയാണെന്നറിയണം. വിടേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ എന്തിനാണ് പിടിവിടേണ്ടത് എന്നുള്ളതറിയണ്ടേ? അങ്ങനെ ഇത്തരം അറിവുകൾ നമ്മളിൽ പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ പ്രപഞ്ചം ദുഃഖപൂർണമാണ്, മനസ്സ് പൊന്തുമ്പോൾ പ്രപഞ്ചം, ദുഃഖപൂർണമായ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മളുണ്ടാകുന്നു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജീവത്വവും ബ്രഹ്മത്വവും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എവിടെ നിലനിൽക്കുന്നു എന്നുള്ള ഇപ്പോഴുള്ള എൻ്റെ മീ, ഈ ചെറിയ മീ എവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണ ധാരണ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു വലിയ മീ ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മളിലുള്ള വേദാന്തിയെ നമ്മൾ തിരിച്ചറിയുകയും വേദാന്തം മാത്രമായി അവശേഷിക്കുവാൻ ഉള്ള ശരിക്കുള്ള മീ ടു മീ അവിടെ സംഭവിക്കും. കുറച്ച് മുമ്പേ പറഞ്ഞ ഞാൻ എവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണമെന്ന് പറഞ്ഞല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഭാവിയിലുള്ള പല കാരണങ്ങൾക്കും ഈ കാര്യം പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളതാണ്. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ്, അദ്ദേഹം പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഗുരുവിനോട് അതിയായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ചില സന്ദർഭം
അദ്ദേഹത്തിനെ മാറി ചിന്തിപ്പിച്ചില്ലേ? അപ്പോൾ എന്താണ് അത് അവിടെ സംഭവിച്ചത്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളാണ് എന്ന് ഉള്ള ഒരു ചിന്ത വന്നപ്പോൾ തൻ്റെ യാത്ര അവിടെ തീർന്നു എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതായിരിക്കും അവിടെ സംഭവിച്ചത്. അപ്പോഴെന്ത് പറ്റി? യാത്ര തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടർ യാത്ര ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെടും. എന്നിൽ മനസ്സ് നിലനിൽക്കുന്നു, അത് ചിന്തിക്കുവാൻ, മനസ്സുണ്ടെന്ന് ചിന്തിക്കുവാൻ വലിയ പാടൊന്നുമില്ല. ആർക്കും എപ്പോഴും ഏത് സമയത്തും അവന് പറയാൻ പറ്റും എന്നിൽ മനസ്സ് നിലനിൽക്കുന്നു എന്നുള്ളത്, എന്നിൽ മനസ്സുണ്ട് എന്നുള്ളത്. എന്നാൽ മനസ്സില്ലാതാകുന്നൊരവസ്ഥ അവനിലുണ്ട്. അപ്പോഴവന് പറയാൻ പറ്റില്ല എന്നിൽ മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മനസ്സ് നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ അവന് പറയാൻ പറ്റുള്ളൂ. അവൻ ഡീപ്പ് സ്ലീപ്പിൽ അവന് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നിലിപ്പോൾ മനസ്സില്ല എന്ന്. അപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നവനെ സൂക്ഷിക്കുക. അവനെയാണ്, അല്ലെങ്കിൽ അവനാണ് നമ്മളിൽ വേണ്ടാത്തവൻ. ഈ വേണ്ടാത്തവനെ ചുമക്കാതിരിക്കുക.